എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത് തന്നെ ഉണ്ടല്ലോ ബാഗും പൗച്ചൊക്കെ തയ്ക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 1.5-2 ആയിട്ടോ അത്ര ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് തുറക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഇതിങ്ങനെ കെട്ടിപ്പൂട്ടി അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിരുന്നു, തയ്ക്കാതിരിക്കുമ്പോൾ എടുക്കാന്നും പറഞ്ഞിട്ടും. അപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നത് നമ്മുടെ PU ഷീറ്റിനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു സാധനം കാണുന്നത് കേട്ടോ. സംഭവം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഇതും ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളും അതിന്റെ വിലയും കൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തരാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലോ, പലർക്കും ഇതിന്റെ വില കാര്യങ്ങൾ അറിയില്ല. ഒരുപാട് റേറ്റ്, ഞാനൊക്കെ വിചാരിച്ചിരുന്ന അങ്ങനെയാണ്, ഒരുപാട് റേറ്റ് ആവുന്ന വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. പലതിനും നമ്മൾ വിചാരിക്കണേ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. ഇപ്പൊ PU ഷീറ്റിന്റെ ഒക്കെ റേറ്റ് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയത്. ഞാൻ മുന്നേ PU ഷീറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കമ്പനിയിൽ പ്ലാസ്റ്റിക് കണ്ടന്റ് ഉള്ള ഐറ്റം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് കാരണം തന്നെ വെൽക്രോ, PU ഷീറ്റ്, പിന്നെ ഞാൻ നേരത്തെ കാണിച്ച സാധനമില്ല, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പേപ്പർ സ്റ്റിഫ് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെ പറ്റി മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരണം തോന്നി, റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു തോന്നി. പിന്നെ ഞാനിത് പർച്ചേസ് ചെയ്ത് KC പാപ്പൻ സൺസിൽ നിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആർട്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്രൊമോഷൻ വീഡിയോ അല്ല, അത് തന്നെ പറയട്ടെ. പിന്നെ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് കേട്ടോ, ഗിഫ്റ്റ് കിട്ടിയതൊന്നുമല്ല കേട്ടോ. ഞാൻ എന്റെ കയ്യിലെ കാശ് കൊടുത്ത് എന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോ എനിക്ക് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തരണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചോദിക്കണ കൂടി കണ്ടപ്പോഴത്തേക്കും തോന്നി ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും. അപ്പൊ അത് കാരണം നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ ഞാന് വാങ്ങിച്ചേക്കണതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ബാഗിന്റെയും പൗച്ചിന്റെ ഒക്കെ ഉള്ളിൽ വെക്കൂലേ, അങ്ങനത്തെ സാധനങ്ങളാണ്. ഇതിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ ബാഗിന്റെ ഒക്കെ ഉള്ളിൽ വെക്കുന്ന സാധനമാണ്. നനഞ്ഞാൽ കുഴപ്പമില്ല, പേപ്പർ അല്ല, ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്, എനിക്ക് അതിന്റെ പേര് അറിയില്ല. സ്റ്റിഫ് പോലെ തന്നെ ഇത് റോളായിട്ട് നമ്മൾ മുറിച്ച് വാങ്ങിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് PU ഷീറ്റ്, പിന്നെ ഇത് പേപ്പർ സ്റ്റിഫ് തന്നെ. ഇതിന് മുന്നേ വാങ്ങിച്ച സ്റ്റിഫ് എന്ന് പറയുമ്പോൾ 5 മീറ്ററിന് 95 രൂപയായിരുന്നു. 195 രൂപ, വെറും 95 അല്ല കേട്ടോ, പറഞ്ഞ് മാറിപ്പോയതാണ്. അപ്പൊ 195 രൂപയായിരുന്നു. അതിനും 5 മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 10 മീറ്ററിന് 238 രൂപ MRP റേറ്റ് ആണ് കേട്ടോ. ഇതിന് 15% വെച്ച് KC പോപ്കോൺ സൺസിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറയും. അപ്പൊ ആ റേറ്റ് ബില്ലുണ്ട്, ബില്ലിലായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അതെന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ല, പൗച്ചുകളൊന്നും ചെയ്യാൻ പറ്റില്ല, വടി പോലെ നിൽക്കും. നമ്മൾ ബാഗൊക്കെ ചെയ്ത് തന്നെ അടിപൊളിയാണ്. ആ ഒരു സ്റ്റിഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകട്ടെ. വാഷ് ചെയ്താലും പോലും ഞാൻ വാഷ് ചെയ്ത് നോക്കിയായിരുന്നു, വാഷ് ചെയ്താലും വലിയ കുലുക്കൊന്നും പറ്റുന്നില്ല. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് പെൻസിൽ പൗച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ആ ഒരു കർവ് ഒന്നും കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ അത് കാരണം തന്നെ ഞാനും ഈ സ്റ്റിഫ് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് കട്ടി കുറവും അല്ല, കട്ടി കൂടുതലും അല്ല, മീഡിയം സൈസിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ തുറന്ന് ഇതിന്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് റേറ്റ് കമ്പയർ ചെയ്ത് കാണിച്ചത്. ഇതാണ് ബില്ല് വെച്ചിട്ട് ഞാൻ കാണിച്ചത് കേട്ടോ. കാരണം ഈ MRP റേറ്റിലുള്ളതല്ല ശരിക്കുള്ള റേറ്റ് വരുന്നത്. ഇതിനെല്ലാത്തിനും 15% വെച്ചിട്ട് ഇതിന്റെ റേറ്റ് കുറയും കേട്ടോ. ബാക്കി പ്രൈസ് നമ്മൾ പേ ചെയ്താൽ മതി. പിന്നെ ഇത് മിഷൻ ഓയിലും. നമ്മുടെ മിഷൻ വാങ്ങിച്ചതിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റേറ്റ് എത്ര എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. 25,500 രൂപ, 26,000 രൂപയാണ് അവര് പറഞ്ഞത്. അപ്പൊ നമ്മള് കുറച്ച് തരാൻ പറഞ്ഞപ്പോ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റുകൾ ഒന്നും കിട്ടിയില്ല. നമ്മൾ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ നമുക്ക് റേറ്റ് കുറച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ നമുക്ക് അങ്ങനെ റേറ്റ് കുറച്ച് തന്നതാണ്. ഇവിടെ ഞാൻ ഓൾറെഡി തയ്ച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് കാരണം തന്നെ കത്രിക ഞാൻ ഇപ്പൊ പുതിയത് വാങ്ങിച്ചിട്ട് അധികം ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, KC പപ്പൂടെ അവിടെ നിന്ന് എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞില്ല. കത്രിക ഉണ്ടായിരുന്നു, ടേപ്പ് ഉണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ആകെ മിഷൻ ഓയിൽ മാത്രമേ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ കാരണം നമുക്ക് മിഷൻ മാത്രമായിട്ടാണ് തന്നത്. മിഷത്തിന്റെ അകത്ത് 400 ml ഓയിൽ അവര് തന്നതുണ്ട്. ബൈ ചാൻസ് അതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ് ഒഴിക്കാനായിട്ട് ഞാൻ മിഷൻ ഓയിൽ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് 95 രൂപയുടെയാണ്. ഏറ്റവും നല്ല ഓയിൽ ഇതാന്ന് പറഞ്ഞ തന്നത്. 1 ലിറ്ററിന്റെ 100 സംതിങ് ഉള്ളൂ, നിസാര പൈസയുടെ വ്യത്യാസമുള്ളൂ. ഇത് എത്ര ML ആണ്? ഇത് ഇല്ല, എനിക്കൊന്ന് 800 ml ആണെന്ന് തോന്നുന്നു. 1 ലിറ്റർ ഇല്ലാന്ന് തോന്നുന്നു. ഇത് ഇതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി കൊടുത്തിട്ടില്ല, പക്ഷെ ഇത് 1 ലിറ്റർ ഇല്ലാന്ന് തോന്നുന്നു. കാരണം എനിക്ക് മറ്റേ കാണിച്ചെന്ന് ഇത്ര വലിയ കുപ്പിയായിരുന്നു കേട്ടോ. അതിന് 110 രൂപ അങ്ങനെ കണ്ടായിരുന്നു റേറ്റ്. അപ്പൊ എന്തായാലും ഞാൻ ഏറ്റവും നല്ലൊരു ഓയിൽ നോക്കി വാങ്ങിച്ചിട്ടുണ്ട്. 26,000 രൂപയുടെ അടുത്തുള്ള മെഷീൻ വാങ്ങിക്കാമെങ്കിൽ പിന്നെ ഈ 95 രൂപയുടെ നല്ല ഓയിൽ വാങ്ങിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പലപ്പോഴും വെച്ചിത്തിറങ്ങി കാണിക്കാറുണ്ട്, പക്ഷെ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്മൂത്ത് ആയിരിക്കുള്ളൂ, കംപ്ലൈന്റ് ഒന്നും വരില്ല, അടിപൊളി ഓയിലാന്ന് പറഞ്ഞായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടോ. അവരെ പോലെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ കേൾക്കണ്ടേ. പിന്നെ ഇതാണ് വെൽക്രോ.
ഞങ്ങളുടെ കമ്പനിയിൽ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഇത് വെൽക്രോ, ഇത് ഞാൻ 2 മീറ്റർ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് യൂസേജ് വരണേന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാൻ ഓർത്തു. അതായത് ഞാനിപ്പോ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യമായിട്ട് ഇതൊന്നും കമ്പനിയിലേക്കല്ല കേട്ടോ, ഞാൻ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ വർക്ക് നവംബറോട് കൂടിയിട്ട് തീരണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ നീട്ടി ഇപ്പൊ ജനുവരിയിലേക്ക് വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് ഓർത്തിട്ട് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇപ്പൊ കയ്യിൽ കാശ് കിട്ടുന്ന അനുസരിച്ച് ഓരോന്ന് സ്വരുക്കൂട്ടി വെക്കണം. ഇനി കുറച്ച് പ്രസ് ബട്ടൺ വാങ്ങിക്കണം, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതൊക്കെ വാങ്ങിക്കണം കേട്ടോ. അപ്പൊ കിട്ടുന്ന കാശ് അനുസരിച്ചിട്ട് ഞാൻ പോയി കുറേശ്ശെ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്നും കമ്പനിയിലേക്കല്ല കേട്ടോ, അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ വെൽക്രോ വലുതുണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ ബാഗിന് യൂസ് ചെയ്യുന്ന ബാൻഡ് ഉണ്ടല്ലോ, അത് പിന്നെ ഹുക്ക്, അതൊക്കെ അടുത്ത ലിസ്റ്റിലുള്ളതാണ്. ഇനി കാശൊക്കെ ഒപ്പിച്ചിട്ട് വേണം ഇനി അടുത്തത് വാങ്ങിക്കാൻ പോകാൻ. അതും ഇതേപോലെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം. പിന്നെ കണ്ട നൂല് കണ്ടാം, കാരണം എന്റെ വർദ്ധമന്റെ നൂലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇത്രയും നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാക്കിന്റെ വെച്ചിട്ട് മിക്ക നൂലും പൊട്ടിപ്പോണം. അപ്പൊ ഓർത്ത് നമുക്ക് തയ്ക്കാനുള്ള ഇൻട്രസ്റ്റേ പോണം. അപ്പൊ ഇങ്ങനത്തെ നൂല് യൂസ് ചെയ്യുമ്പോ ഇതിന്റെ അകത്ത് വലിയ ഇഷ്യൂ ഇല്ല കേട്ടോ. പിന്നെ മറ്റു വലിയ നൂലുണ്ടല്ലോ, അതിനെ കണ്ട് 90 രൂപയും കണ്ടാണ്. അത് ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യും. പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ ബഡ്ജറ്റ് ഇല്ല. എനിക്കാണെങ്കിൽ കുറച്ച് പൈസ കൊണ്ടിട്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ 15 രൂപയാണ് ഇതിന്റെ അകത്ത് MRP കൊടുത്തേക്കണെങ്കിൽ 9 രൂപ ഉള്ളു കേട്ടോ. അപ്പൊ 10 നൂല് ഇങ്ങനെ ഇത് പല കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്കും വൈറ്റും ആണ്. കളേഴ്സ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് കളേഴ്സിന്റെ അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് നൂല് കാണാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചു വെച്ചേക്കണത് ബോബിൻ. ഇത് 5 രൂപയാണ് ഒരെണ്ണത്തിന്. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഒരു 10 മേലുണ്ട് എന്തായാലും. ബ്ലാക്കും വൈറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരുപാട് ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ കളേഴ്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് ചുറ്റാൻ ബോബിനില്ല. അപ്പൊ ഞാനും എന്തായാലും ഈ മാസം കൊണ്ട് ജോലി കഴിയും. അതിന് മുമ്പ് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ 20 ബോബിൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 100 രൂപ, 20 ബോബിന് 100 രൂപ. ഇതിന് ഡിസ്കൗണ്ട് ഇല്ല. ഇത് അവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ അപ്പുറത്ത് തന്നെ മിഷന്റെ ആക്സസറീസ് വെക്കുന്ന സ്ഥലമാണ്. അവിടെ ഒന്നും ഓഫർ ഒന്നുമില്ല. ഈ ആർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഓഫർ ഉള്ളൂ. ഈ ബില്ലിൽ ഈ സാധനം ഇല്ല. അപ്പോ ഇത് കാണിക്കണ്ട. ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ ബില്ലിലെ റേറ്റും MRP റേറ്റും എത്രയെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. PU ഷീറ്റിന്റെ ലെങ്ത് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇതും ഒക്കെ തന്നെ നമുക്ക് നോക്കാം. ഇതാണ്ട് നമ്മുടെ ബില്ല്. ഞാൻ മൊത്തം 543 രൂപ 40 പൈസക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 6 ഐറ്റം ഉണ്ടാ വാങ്ങിച്ചേക്കുന്നത്. അപ്പോ ഇതിന്റെയൊക്കെ റേറ്റും പിന്നെ ഡിസ്കൗണ്ട് റേറ്റും കൂടി നോക്കാട്ടോ. അപ്പൊ ആദ്യം ഫസ്റ്റിൽ വന്ന് കിടക്കുന്നത് 60 GSM നോൺ വൂവൺ 202 രൂപ. അത് മിക്കവാറും നമ്മുടെ ഇതായിരിക്കുള്ളൂ, സ്റ്റിഫ്. കാരണം ഏറ്റവും വില കൂടിയത് ഇപ്പൊ നിലവിൽ ഇതാണ്. ഇതിനാണ് നോൺ വൂവൺ എന്ന് പറയണത്, എനിക്കറിയത്തില്ല കേട്ടോ. ഫ്യൂസ്, സ്റ്റിഫ്, ക്യാൻവാസ്, ഈ 3 പേരുകൾ ഇതിനെ പറയണ കേട്ടിട്ടുണ്ട്. ഇതിനെ ഞാൻ അറിയില്ല, ഞാൻ മൂവണം. എന്തായാലും സംഭവം ഇതാണ് കേട്ടോ. ഇതിനാണ് അത്ര റേറ്റ് വരുള്ളൂ. അപ്പൊ ഇതിന്റെ റേറ്റ് കിടക്കുന്നത് 238 രൂപയാണ്. ഇതിന്റെ അകത്ത് കിടക്കുന്ന റേറ്റ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? 238 രൂപയാണ് ഇതിന്റെ അകത്ത് കിടക്കുന്ന റേറ്റ്. ഇതിന്റെ അകത്ത് വന്നേക്കണത് 202 രൂപയാണ് കേട്ടോ. അപ്പൊ എത്ര രൂപ കുറവുണ്ട്? 36 രൂപ കുറവുണ്ട്. 36 രൂപ കുറവാണ്. MRP റേറ്റിനെക്കാട്ടി 36 രൂപ കുറവാണ് ഇത്. അപ്പൊ ഇതിന്റെ തിക്നെസ് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര കുറവായിരിക്കും എന്നല്ല കേട്ടോ. നല്ല തിക്നെസ് തന്നെ ഉണ്ട്. ഞാൻ ലഞ്ച് ബാഗ് ചെയ്തേക്കണ കാണിച്ചില്ലേ കഴിഞ്ഞ ദിവസം, അത് ഈ സെയിം സാധനം വെച്ചിട്ട് ചെയ്തേക്കട്ടെ. കണ്ട ഇത്രയും തിക്നെസ് ഉണ്ട്, കണ്ട നല്ല കട്ടിയുണ്ട്. പിന്നെ ഒരു 100 സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇല പോലെ ഇരിക്കുന്ന ടൈപ്പില്ലേ, അങ്ങനത്തെ ടൈപ്പ് കിട്ടും കേട്ടോ. അത് ഭയങ്കര എന്താ പറയുക, നൈസാണ്, പെട്ടെന്ന് തന്നെ ചീത്തയപ്പം. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാനന്ന് ലഞ്ച് ബാഗ് ഒക്കെ ചെയ്തപ്പോ എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തോന്നിയായിരുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് പൗച്ചും ചെയ്യാം, ലഞ്ച് ബാഗ് ചെയ്യാം, ടോട്ടെ ബാഗ് എല്ലാം ചെയ്യാം. ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്നുണ്ടല്ലോ, അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ടോട്ടെ ബാഗ് ചെയ്യാൻ സൂപ്പറാണ്. പക്ഷെ പൗച്ചൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതെന്ന് പറയുമ്പോ ഇത് ഇത്രയും കട്ടിയുണ്ട്. ഇത് ഇച്ചിരി ഉള്ളൂ എൻ്റെ കയ്യിൽ, തീർന്നു.
ഇത് ഇത്രയും കട്ടിയുണ്ട് അതിന്. അപ്പൊ പൗച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വടി പോലെ നിൽക്കും, ഇങ്ങനെ അങ്ങോട്ട് ഫ്ലെക്സിബിൾ ആവില്ല. ഇതിന്റെയും കട്ടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് ഇത്രയും കട്ടിയുള്ളൂ, ഇതിന് ഇത്രയും കട്ടിയുണ്ട് കേട്ടോ. ഇത് നല്ല കട്ടിയുണ്ട്. ഇത് ടോട്ടെ ബാഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് നിൽക്കും കേട്ടോ. ചുളുങ്ങി പോവില്ല, ഒട്ടും തന്നെ ചുളുങ്ങി പോവില്ല. ഞാൻ വാഷ് ചെയ്ത് നോക്കി, ആ ഒരു സ്റ്റിഫ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഇത് ഞാൻ ടോട്ടെ ബാഗ് ഞാൻ വാഷ് ചെയ്ത് നോക്കി, എന്നിട്ട് ഒരു കുലുക്കമില്ല, അടിപൊളിയാണ്. അപ്പോ ഇത് 202 രൂപ, 238 രൂപയാണ് MRP റേറ്റ്, 202 രൂപ. സ്റ്റിഫ് അല്ലെങ്കിൽ ക്യാൻവാസ് അല്ലെങ്കിൽ ഫ്യൂസ് എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ സ്റ്റിഫ് നടക്കുള്ളൂ പറയണ. പിന്നെ അടുത്തത് ഈ ഒരു സംഭവം കേട്ടോ. കാണുമ്പോ ഇങ്ങനെ തളർന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പോവും. നമ്മള് ചുരിദാറൊക്കെ ആണെങ്കിൽ ക്യാൻവാസ് കഴുത്തിൽ വെക്കൂലേ, അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ കുറെ നാളത്തേക്കും ഇങ്ങനെ കഴുകി കഴിയുമ്പോൾ പോണ കാണാറില്ലേ. പക്ഷെ അതേപോലെ ഇതൊന്നും പോവില്ല. എന്നാലും ഇതൊട്ടും പേടിക്കണ്ട. ഇത് കണ്ടോ, തുണി പോലെ ഇരിക്കുന്നത്. ഇനി സ്റ്റിഫ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയില്ല. അതെന്തായാലും ഞാൻ അടുത്ത് തന്നെ ഇത് മൂന്നും വെച്ചിട്ട് ഞാൻ പൗച്ച് ഉണ്ടാക്കി കാണിച്ചുതരാം, ഡിഫറൻസ് അപ്പൊ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്തുതരാം. ഇപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ പറ്റി പറയാം. അപ്പൊ ഇതിന്റെ പേര് നമുക്ക് നോക്കാം എത്രയാണ്. ഇത് പാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ റോളായിരുന്നു. റോളിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം സക്സസ് ആവുകയാണെങ്കിൽ, ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റോൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് പർച്ചേസ് അല്ലല്ലോ, സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് അധികം റേറ്റ് തന്നെയില്ല. 20 രൂപ 21 രൂപയാണ് എനിക്ക് ഇതിന് ഒരു മീറ്ററിന് ആ ചേച്ചി പറഞ്ഞ പോലെ തോന്നി കേട്ടോ. മറന്നുപോയി, 1-2 ആഴ്ചയായി ഞാൻ പോയി ഇതൊക്കെ വാങ്ങിച്ചു ഇവിടെ വെച്ചിട്ടും. അപ്പോ 21 രൂപയാണെങ്കിൽ 100 സംതിങ് വരണം. നോക്കട്ടെ കേട്ടാ. അതെ, 106 രൂപയുടെ വന്നിട്ടുണ്ട് മൂന്നാമത്തെ. നോൺ വൂവണ് എന്തായാലും മനസ്സിലായില്ലേ, അത് മതി. 106 രൂപ 23 പൈസയാണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത്. അപ്പൊ ഇത് ആ ചേച്ചി പറഞ്ഞ 21 രൂപയുടെ വേറെയാണ് കേട്ടോ. ഇതെല്ലാം ഈ ഡിസ്കൗണ്ട് ഉണ്ട്, അതിന് ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് 5% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് 106 രൂപ വന്നേക്കുന്നത്. അപ്പൊ ഇത് റേറ്റ് കൂടുതലാണ്, ഞാൻ മറന്നുപോയി. ഈ അടുത്തായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിന്റെ ശരിക്കുള്ള റേറ്റ് ഇതിന്റെ അകത്ത് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. എന്തായാലും ഇത് 20-നും മേളിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമ്മുടെ സ്റ്റിഫിനെക്കാട്ടി എക്സ്പെൻസ് ആണ്, പക്ഷെ റോൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറയും. പക്ഷെ നമുക്ക് ബൾക്കായിട്ട് ഓർഡർ കിട്ടണം. ഇത് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഡോട്ട് പോലെ ഉണ്ട്. ഇതാണ് നമ്മൾ തുണിയിലേക്ക് വെക്കേണ്ട ഭാഗം. ഇതിന്റെ മേൽഭാഗത്ത് അയൺ ചെയ്ത് പിടിപ്പിക്കണം. അയൺ ചെയ്യാൻ നേരത്തെ ഇത് കത്തിപ്പോകുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത സാധനം കേട്ടോ, PU ഷീറ്റ്. PU ഷീറ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് എത്രയാണോ എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായി. ഇത് എങ്ങനെ യൂസ് ചെയ്യും, ഇത് യൂസ് ചെയ്ത് അടിപൊളിയായിരിക്കുള്ളൂ കേട്ടോ. കാരണം ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ, PU ഷീറ്റ് വെച്ചിട്ട് ചെയ്തേക്കണ ബാഗാണ്. സംഭവം സോഫ്റ്റ് ആണ്, നല്ല എന്താ സ്റ്റിഫായിട്ട് ഇരിക്കുന്നുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് യൂസ് ചെയ്ത് വെച്ച ഒരു അനുഭവം വെച്ച് പറയാൻ, ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഇത്, കാരണം ഞങ്ങൾക്ക് കമ്പനിയിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും ഈ ഒരു ബാഗ് യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ PU ഷീറ്റ് നോക്കാം. ഇതിന്റെ റേറ്റ് വരുന്നത് 45 രൂപയാണ് ഇതിന്റെ അകത്ത് വന്നേക്കുന്നത്. PU ഷീറ്റിന് ഇതിന്റെ അകത്ത് റേറ്റ് MRP റേറ്റ് ആണ് അത്. ഡിസ്കൗണ്ട് റേറ്റ് വന്നിട്ട് എത്രയെന്ന് നോക്കാട്ടോ. PU ഷീറ്റ് രണ്ടാമത്തെ ഏട്ടം 38 രൂപ 26 പൈസ. 45 രൂപയുടേത് 38 രൂപ 26 പൈസ. അപ്പൊ 28, 45, 7 രൂപയുടെ അടുത്ത്, 6-നും 7-നും ഇടയിലുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 26 അല്ലേ, അപ്പൊ 74, 6 രൂപ 74 പൈസ കുറവുണ്ട്. ഇതാണ് PU ഷീറ്റ്. കണ്ട, സ്പോഞ്ചാണ്. ഇതേപോലെ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. നമ്മള് പൗച്ചൊക്കെ ചെയ്യണമെങ്കിൽ പൗച്ചൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് ഒന്ന് അളന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കാരണം ഇത് കണ്ടിട്ടാണെങ്കിൽ 1 മീറ്ററും അല്ല, അതേപോലെ തന്നെ 2 മീറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാനൊന്ന് ടേപ്പ് എടുത്തിട്ടുണ്ട്, ഞാൻ അതൊന്ന് അളന്ന് നോക്കട്ടെ. ഇത് പറയാം എന്റെ റേറ്റ് അല്ലല്ലോ, എത്ര മീറ്റർ ഉണ്ടെന്ന്. നൂറ് 2 മീറ്റർ ഉണ്ട് കേട്ടോ. 2 മീറ്റർ ആണ് PU ഷീറ്റ് വന്നേക്കണത്. 2 മീറ്ററിനാണ് 38 രൂപ. 38 രൂപയുടെ ബാക്കി ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് 14 രൂപ, അല്ലല്ല 19 രൂപ.
19 രൂപ വരും കേട്ടോ. 1 മീറ്ററിന് 19 രൂപ വരും PU ഷീറ്റിന്. കുഴപ്പമില്ല കേട്ടോ, റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ആണ്. കാരണം കൂടുതലല്ല, 19 രൂപയിലായുള്ളൂ. നല്ലതാണ്. അപ്പോൾ ഇത് വെച്ച് തയ്ച്ചാലും സൂപ്പർ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ PU ഷീറ്റ് 19 രൂപ മീറ്ററിന് ഒന്ന്, 2 മീറ്ററിന്റെ ആയിട്ടാണ് ഈ കവറിൽ വന്നത്. 2 മീറ്ററിന് കൂടി 38 രൂപ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയേക്കാം. ഇനി അടുത്തത് വെൽക്രോ. ഇതൊന്നും ഞങ്ങളുടെ കമ്പനി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. PU ഷീറ്റ്, പിന്നെ ഈ സംഭവം ഇത് കണ്ടോ, ഇതൊക്കെ പ്ലാസ്റ്റിക് കണ്ടന്റ് കൂടിയോട് വന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ അവിടെ പാടില്ലാത്ത. പക്ഷെ നല്ല നല്ല സാധനങ്ങൾ കേട്ടോ, നമ്മൾ സ്റ്റിഫ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി അടിപൊളി സാധനങ്ങൾ കേട്ടോ. ഇനി അടുത്തത് വെൽക്രോ കണ്ട മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനമല്ലേ, ബാഗിലൊക്കെ ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ. ഇത് റോളായിട്ട് വാങ്ങിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വാങ്ങിക്കാൻ. 2 മീറ്ററാണ് വാങ്ങിച്ചേക്കണത്. അപ്പോൾ വെൽക്രോ ഇത് 1 ഇഞ്ചാന്ന് തോന്നുന്നുണ്ട്. 1 ഇഞ്ചാന്ന് തോന്നുന്നു, കണ്ടിട്ട് 1 ഇഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. പല പല സൈസ് ഉണ്ട് കേട്ടോ. 1 ഇഞ്ച് 2 മീറ്ററാണ് വാങ്ങിച്ചേക്കുന്നത്. നോക്കാം നമുക്ക് എത്രയാണ്. ബ്ലാക്ക് ഹൂപ്പ് 11 രൂപ 32 പൈസ. അപ്പൊ എത്ര രൂപ വന്നിട്ടുണ്ടാവും? ഇത് ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട്, 5% ഡിസ്കൗണ്ട് ചെയ്ത്. ഇനി ശതമാനമൊക്കെ ഡിസ്കൗണ്ട് എനിക്ക് വയ്യ. അപ്പോ 2 മീറ്ററിന് 11 രൂപ 34 പൈസ ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് മിഷൻ ഓയിൽ. ഇതിന് ഡിസ്കൗണ്ട് ഇല്ല, ഇതിന് ആ സെയിം റേറ്റ് തന്നെയാണ് കൊടുത്തേക്കണത്. മിഷൻ ഓയിലും അവരാ പറഞ്ഞത് നമ്മുടെ അടുത്ത് ഇതാണ് ഏറ്റവും നല്ല ഓയിലും, ഇതിൽ കോംപ്രമൈസ് ചെയ്തില്ല, ഏറ്റവും ബെസ്റ്റ് എന്ന് തരാൻ പറഞ്ഞു. അപ്പൊ അവര് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞ് തന്നതാണ്. ഇത് സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരെനിക്ക് ഇതാ എടുത്ത് തന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടും. സിൽവർ ഓയിലാ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാ. പക്ഷെ ഇതിന്റെ ഒക്കെ എഴുതിയേക്കുന്നത് യാഹൂ എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അവര് വേറെ എന്തോ പറഞ്ഞത്. ഇതിന് 95 രൂപയാണ് വന്നേക്കുന്നത്. അതും MRP റേറ്റിൽ കണ്ട, ഡിസ്കൗണ്ട് ഇല്ലാന്ന് വ്യക്തമായിട്ട് അവിടെ ഡാഷ് ഇട്ട് വെച്ചേക്കണം. അപ്പൊ അതിന് ഡിസ്കൗണ്ട് ഇല്ല. ഇനി അടുത്തതായിട്ട് ഒരെണ്ണം കൂടി ഉള്ളു, നമ്മുടെ നൂല് ഞാൻ പറഞ്ഞല്ലോ. അയ്യോ പോലെ, ഒരെണ്ണം മിസ്സിംഗ് ആണ്. ഒരെണ്ണം മിസ്സായി പോയിട്ടുണ്ട്. 10 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. അതില് 9 എണ്ണം ഉള്ളൂ കേട്ടോ. 90 രൂപ 28 പൈസ. 9 രൂപ വെച്ചിട്ടാണ് കേട്ടോ. നൂലിന്റെ MRP റേറ്റ് ആണ് ഇത് 15 രൂപ. പക്ഷേ 10 രൂപയാണോ 9 രൂപയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ വാങ്ങിച്ചത് 10 എണ്ണമാണ്, പക്ഷേ ഇതിന്റെ അകത്ത് ഇപ്പൊ 9 എണ്ണം ഉള്ളൂ. പിന്നെ ബില്ലില് 90-28 എന്നാ കാണുന്നത്. എനിക്ക് അറിയത്തില്ല, ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി പോയി. അപ്പൊ തന്നെ ആയിരുന്നെങ്കിൽ എനിക്ക് ഓർമ്മ കിട്ടിയാണ്. ഇനി നൂല് മിസ്സായി പോയതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇതിന്റെ റേറ്റ്, കാര്യങ്ങൾ, യൂസേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിലേക്ക് വരാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു. ഇതിനെ പറ്റി ഒന്നും അറിയാത്തവരുണ്ട്, എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നൊന്നും അറിയാത്തവരുണ്ട്. അവർക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഇതേപോലെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു. എല്ലാം തന്നെ താനെ പോയി കണ്ടെത്തുകയാണ്, ഷോപ്പിലേക്ക് പോകും. അപ്പൊ അവര് പറഞ്ഞനുസരിച്ചാണ് ഞാനിത് ഇതൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കാം കേട്ടോ. ഇനി നമ്മുടെ ബാഗിന്റെ കുറച്ച് ഐറ്റം കൂടി പർച്ചേസ് ചെയ്യാനുണ്ട്. ബാഗിന്റെ സൈഡിൽ ഇടുന്ന ഈ ഒരു സൈഡിൽ ഇടുന്ന റിങ് ഹുക്കൊക്കെ ഉണ്ട്. ആ ഹുക്ക്, പിന്നെ ഈ ബാൻഡ്. ഞങ്ങളുടെ കമ്പനിയിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല, പ്ലാസ്റ്റിക് അങ്ങനെ കണ്ടന്റ് ഉള്ള കാരണം ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് അടിപൊളി ബാൻഡാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുറച്ച് യൂസ് ചെയ്യണം. ഞാൻ നോക്കിയിട്ട് എല്ലാം കോട്ടൺ തന്നെ യൂസ് ചെയ്തേണ്ടല്ലോ. ഞാൻ വേറൊരു ബാഗ് തയ്ച്ചല്ലോ, സ്ലിം ബാഗ് തയ്ച്ചല്ലോ. അതിന്റെ വള്ളിയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കളർ ഇളകണതാണ് നമ്മുടെ ഷോൾഡറിൽ വരും. അതേപോലെ തന്നെ ചുളുങ്ങിക്കൂടും. അങ്ങനെ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഫുൾ ടൈം എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ പവർ ആയിട്ടിരിക്കണം, ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ബാൻഡ് വാങ്ങിക്കണം, ഇവിടുത്തെ റിങ് വാങ്ങിക്കണം. പിന്നെ പ്രസ് ബട്ടൺ ഉണ്ട്, ഇതേപോലത്തെ സംഭവം പ്രസ് ബട്ടൺ. ആ പ്രസ് ബട്ടൺ ഒരെണ്ണം വാങ്ങിക്കണം. അപ്പൊ അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇനി പോണം. അപ്പൊ പോകുമ്പോ അവിടെ ഇനി പുതിയ പുതിയ ഐറ്റം ഒക്കെ കാണാൻ അതും വാങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. യൂസ്ഫുൾ ആയി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ നമുക്ക് അടുത്ത കിടിലം വീഡിയോ ആയിട്ട് പിന്നെ വരാം.